ഞങ്ങളെ ഓ എനിക്ക് ഫിഷ് ഫ്രൈ തരാന്ന് പറഞ്ഞായിരുന്നല്ലേ? ഞാൻ ഓർക്കുന്നു. എന്നാ മോളെ ഒരു മീന് ഡേഞ്ചറിന്റെ കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കണ്ട, ഞാൻ ഓർക്കുന്നു. ആ ശരി, അപ്പൊ ഫിഷ് ഫ്രൈ തരാന്ന് പറഞ്ഞു. തരാം തരാം തരാം. കാരണം തരാമേ. എം ജി അങ്കിളുടെ വീട് തന്നെ ഒരു എന്താ പറയാ പ്ലെയിൻ ഒക്കെ വന്നിപ്പോ ലാൻഡ് ചെയ്യും അവിടെ. പ്ലെയിൻ കൂടായി. ബോട്ടുണ്ട്, ബോട്ട് ഓൾറെഡി വെള്ളത്തിലുണ്ടല്ലോ. പക്ഷെ ഇതിപ്പോ ഫസ്റ്റ് ടൈം കൊച്ചിയിൽ സീ പ്ലെയിൻ വന്നിരിക്കുക. അവിടെ നേരെ മൂന്നാർക്ക് പോവാ. 25 മിനിറ്റേ ഉള്ളൂ. 25 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും പബ്ലിക്കിനെല്ലാം പോവാൻ തോന്നുന്നു. ഇപ്പൊ മ്യൂസിക് കണ്ടായിരുന്നു. അങ്ങനെ സീ പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്ന വീടിന്റെ ഫ്രണ്ടില് അവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് മീൻ പിടിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ കഴിക്കുന്നത്. അതെ, മീൻ ഇഷ്ടം പോലെ കിട്ടും. കിട്ടും. പക്ഷെ മെനക്കേടല്ലേ ഇത്? കാരണം അവിടെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പൊ എന്ത് പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്റെ വീടും കൂടെ കാണിക്കുന്ന ഉൾപ്പെടെയാ ഇവര് ഇറക്കുന്നത്. പിന്നെ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരാ പറയുന്നത്. ആ സമയത്ത് കാവ്യമുണ്ട് മടക്കി കുത്തിയിട്ട് ഇവനാണ് അത് മൊത്തം ഡീറ്റെയിൽ പറയും. അതിനകത്ത് ഇതാണ് ഇന്നാരുടെ വീട്, ഇത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, ഇപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നത്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാണിക്കുന്ന ആൾക്കാര് ഡീറ്റെയിൽ മൊത്തം പറഞ്ഞിട്ടാ പോണം. അപ്പം അവിടുന്ന് ഇത് വരുമ്പോ ഞാൻ ചൂണ്ട വെച്ചിട്ട് പോവും. മീന് അവിടെ ചൂണ്ടയിട്ട ഉടനെ കിട്ടും. ഇനി മോള് വരുന്ന ആ എപ്പിസോഡിൽ ഒരു കരിമീൻ ഇങ്ങനെ ഫ്രണ്ടില് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ചൂടായിട്ട് ആവി പറക്കണ കരിമീൻ ഫ്രൈ. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ കരിമീൻ പൂക്കുറ്റി. ഓർത്തിരിക്കുന്നുണ്ട്. വേറെ വിശേഷങ്ങൾ ചോദിച്ചതൊന്നും മറുപടിയില്ല, മീൻ വറുത്തത് മാത്രം ഓർമ്മയുണ്ട്. നമ്മളെ പോലെ കൊറേ കാര്യങ്ങളൊന്നും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡ് വരെ ഇനി കരിമീൻ മാത്രമേ. അതെ, നമ്മള് തന്നെ ചൂണ്ടിട്ട് പിടിച്ച് വറക്കുന്നതിനൊക്കെ പ്രത്യേക ഒരു ഇതാ സുഖം. ഇനിയിപ്പോ കൊച്ചു പാട്ട് പഠിക്കാൻ ഗ്രൂമേഴ്സ് പഠിപ്പിക്കും. പിന്നെ അമ്മ ആരാ പഠിപ്പിക്കണ? വീട്ടിലാരും പഠിപ്പിക്കണ്ട? വീട്ടില് അച്ഛൻ പഠിപ്പിക്കും. അച്ഛനൊക്കെ പഠിപ്പിച്ചു. അടുത്ത പാട്ട് പഠിപ്പിക്കുമ്പോ ചോദിക്കും, അച്ഛാ MG സാറ് കരിമീൻ കൊണ്ടുവരുമോ? എനിക്ക് ഏറ്റവും സന്തോഷം ഈ മോള് പാടുമ്പോ ഈ സൈഡിലോട്ടൊന്ന് നോക്കിയേ, മറ്റേ 100 വിട്ട പോലെ 3 പേരും കൂടെ നമ്മളെ നോക്കി ഒരു ചിരിയുണ്ട്. ആ ചിരി നിങ്ങൾ വേണം ഇപ്പൊ ഒപ്പിയെടുത്തു കണ്ടാ. ചേച്ചി അച്ഛൻ അമ്മ ആരുടെ നോക്കണോന്ന് എനിക്കറിയത്തില്ല. ശ്രേഷ്ഠയുടെ പാട്ട് കേൾക്കുമ്പോ ഫാമിലി മൊത്തം അത്രയധികം എൻജോയ് ചെയ്യാൻ. സന്തോഷം വേണോ ഇങ്ങോട്ട് നോക്കിയോളൂ. അതായത് ശ്രേഷ്ഠയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയ പോലും അവരുടെ മുഖത്തൊരു സന്തോഷമാണ്. അത് സത്യം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കരിമീൻ. ഓക്കെ ഓക്കെ, ബൈ. ഹൈ-ഫൈ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.